അജു അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടത് കൊണ്ടാണോ എന്തോ ഇപ്പൊ എല്ലാം കൊണ്ട് ഉള്ള സമാധാനം പോയി. ആ പെൺകുട്ടിയുടെ ശാപമായിരിക്കോ? ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണോ എന്റെ അച്ഛന്റെ ആക്സിഡന്റ്? ഒരിക്കലെങ്കിലും നീ എന്റെ മുന്നിൽ എനിക്ക് ശിക്ഷ വിധിക്കാനെങ്കിലും വന്നുവെങ്കിൽ ഞാൻ നിന്നോട് നീ ക്ഷമിക്കാൻ തയ്യാറാവുന്നതുവരെ മാപ്പ് പറഞ്ഞേനെ. ശിവയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അജു വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോയി. ശിവ, നിനക്ക് എന്താ പറ്റിയത്? ഡ്രസ്സിലൊക്കെ പൊടിയും ചെളിയും ഒക്കെ ആണല്ലോ. ഞാൻ നമ്മുടെ മാളിന്റെ വർക്ക് നടക്കുന്നിടത്ത് പോയപ്പോൾ ഒന്ന് വീണു. എന്നിട്ട് എന്തേലും പറ്റിയോ? കൈ കുത്തിയാണ് വീണത്. വേദന ഉണ്ടായതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ചതവിന് ഓയിൽമെന്റ്, വേദനയ്ക്കുള്ള ഗുളികയും തന്നിട്ടുണ്ട്. എന്റെ ദൈവമേ, ഇപ്പൊ ഇവിടെ എല്ലാവർക്കും കഷ്ടകാലമാണല്ലോ. എന്റെ അമ്മേ, ഒച്ച വെച്ച് മുത്തശ്ശിയൊക്കെ അറിയിക്കാതെ. പിന്നെ അതിന്റെ പേര് പൂജയും വഴിപാടും തന്നെ ആയിരിക്കും. എനിക്ക് വയ്യ അതിനൊന്നും. നിനക്കൊന്നും ഇതിലൊന്നും വിശ്വാസം കാണില്ല, പക്ഷെ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊണ്ട് പറ്റില്ലെന്ന്. നിങ്ങളോട് എന്തെങ്കിലും ചെയ്യരുതെന്ന് പറയുന്നുമില്ലല്ലോ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നിനക്ക് കൈ വയ്യാത്തതല്ലേ, എങ്ങനെയാ കുളിക്കുന്നേ? അത്രയ്ക്കൊന്നുമില്ല. വേഗം അമ്മയുടെ അടുത്ത് നിന്ന് മുങ്ങിയില്ലേ പിന്നെ ഓരോന്ന് പറഞ്ഞു തുടങ്ങും. പെട്ടെന്ന് തന്നെ ഒന്ന് കുളിച്ചിറങ്ങി. അമ്മേ, എനിക്ക് ഫുഡ് തന്നേക്ക്, ഞാൻ കഴിച്ചിട്ട് കിടന്നോളാം. ബാക്കിയുള്ളവരൊക്കെ എവിടെ? എല്ലാവരും കഴിക്കാൻ സമയമാവുന്നതല്ലേ ഉള്ളൂ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? കൈയുടെ വേദന ചെറുതായിട്ടുണ്ട്. അമ്മ ഭക്ഷണം എടുത്തു വെക്കുമ്പോഴേക്കും ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. അച്ഛാ. ആ, നീ ഇന്ന് നേരത്തെ വന്നോ? ഒന്നും പറയണ്ട. ആ മാളിന്റെ പണി നടക്കുന്നിടത്ത് ഒന്ന് നോക്കാൻ ഞാനും അജുവും കൂടി പോയതാ. കൈ കുത്തി ഒന്ന് വീണു. ഹോസ്പിറ്റലിൽ പോയിട്ട് അജുവാണ് ഇവിടെ കൊണ്ട് വിട്ടത്. ചെറുതായിട്ട് ചതവുണ്ടെന്ന് പറഞ്ഞ് മരുന്നൊക്കെ തന്നു. നീ എങ്ങനെയാ വീണത്? ഞാൻ കോൺക്രീറ്റ് ചെയ്യാൻ പലക അടിച്ചെടുത്ത് അറിയാതെ കയറിപ്പോയതാ. അവിടെ വേറെ തൊഴിലാളികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കറക്റ്റ് ടൈമിൽ ഒരാൾ വന്ന് വിളിച്ചത് കൊണ്ട് ഇതിലൊതുങ്ങി. അല്ലെങ്കിൽ എന്തേലും സംഭവിച്ചേനെ. ഞാൻ അമ്മയോടൊന്നും ഇത് പറഞ്ഞിട്ടില്ല. അത് പറയാത്തത് നന്നായി അല്ലേ? അത് ശരി. അപ്പൊ അച്ഛനും മോനും കൂടി എന്നോട് എല്ലാം മറച്ചു വെക്കാനാണ് പരിപാടി അല്ലേ? എന്റെ നന്ദിനി, നിന്നോട് എന്ത് മറച്ചു വെക്കാനാണ്? ഞാനെല്ലാം കേട്ടു. അയാൾ ആ സമയത്ത് വിളിച്ചില്ലായിരുന്നു. നിന്റെ കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഇതുകൊണ്ടാണ് അമ്മയോട് പറയാത്തത്. വെറുതെ വിഷമിക്കും. മക്കൾക്ക് അപകടം പറ്റി ഏതമ്മയ്ക്കും സങ്കടവും വിഷമവും ഉണ്ടാവും. നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മേ, നമുക്ക് ഏതെങ്കിലും ഒരു ജോൾസിന്റെ അടുത്ത് പോയി ഒന്ന് നോക്കിയാലോ? എനിക്കെന്തോ ഒരു സമാധാനം ഇല്ലാത്തതുപോലെ. ആദ്യം ചന്ദ്രേട്ടന് അപകടം പറ്റി, ഇപ്പൊ ശിവയ്ക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയാലോ. അച്ഛനെന്താ ഒന്നും പറയാത്തത്? ഞാൻ നമ്മുടെ മേലെപ്പാട്ട് തിരുമേനെ കൊണ്ട് ഒന്ന് പ്രശ്നം വെപ്പിച്ച് നോക്കിയാലോ എന്നാണ് ആലോചിക്കുന്നത്. കുറെ ആയില്ലേ അങ്ങോട്ടൊന്ന് പോയിട്ട്. പണ്ടൊക്കെ ഇടയ്ക്ക് പൂജയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ഉപേക്ഷിച്ചതുപോലെ ആയില്ലേ? ദൈവകോപം ഇല്ലാണ്ടിരിക്കോ? സർപ്പക്കാവിൽ വിളക്ക് വെക്കാനുള്ള ഭാഗ്യം പോലും നമുക്കൊന്നും ഇല്ലല്ലോ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോനെയും അവന്റെ ഭാര്യയെ ഇറക്കി വിട്ടതല്ലേ? ആ പെൺകുട്ടിയുടെ കണ്ണീരിന് നമ്മളൊക്കെ ഒരു ദിവസം മറുപടി പറയേണ്ടി വരും എന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. നിനക്കെല്ലാം അറിയില്ലേ കല്യാണി? എന്നിട്ടും എന്നെ എങ്ങനെ കുറ്റപ്പെടുത്താൻ എങ്ങനെ തോന്നുന്നു? അതെ മുത്തശ്ശ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടാതെ സത്യം പറയും. എനിക്ക് മാത്രമല്ല, ഇവിടെ ശിവേട്ടനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയേണ്ട കാര്യമാണിത്. ഞാൻ എന്തിനാണ് എന്റെ നന്ദനെ അവന്റെ ഭാര്യയെ ഇറക്കി വിട്ടതെന്നല്ലേ നിങ്ങൾക്കൊക്കെ അറിയേണ്ടത്. എനിക്കതിന് എന്റേതായ കാരണങ്ങളുണ്ട്. ഞാൻ എന്റെ കൂട്ടുകാരന്റെ മകളുമായി അവന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നു. ആ ബന്ധം ആലോചിക്കുന്ന സമയം ഞാൻ അവനോട് വ്യക്തമായി ചോദിച്ചിരുന്നു, നിനക്ക് വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ ഇഷ്ടമുണ്ടോന്ന്. അവനില്ലെന്നും എന്നോട് പറഞ്ഞതാണ്. എന്നിട്ടാണ് പെട്ടെന്നൊരു ദിവസം അവനൊരു കുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. ഞാൻ കൊടുത്ത വാക്കും വിശ്വസിച്ച് എന്റെ കൂട്ടുകാരൻ അവിടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിരുന്നു. നന്ദന്റെ പഠനം കഴിയാനാണ് ഞങ്ങൾ കാത്തിരുന്നത്. പക്ഷെ അവന്റെ പരീക്ഷ കഴിഞ്ഞതിന്റെ പിറ്റേന്നാണ് അവൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചത്. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ പെൺകുട്ടിയുടെ കണ്ണീരിന് കാരണക്കാരനാവില്ലായിരുന്നു. നീ ഇപ്പൊ പറഞ്ഞില്ലേ കല്യാണി, അവന്റെ ഭാര്യയുടെ കണ്ണീരിന് ഉത്തരം പറയണമെന്ന്? അതുപോലെ തന്നെയുള്ള ഒരു കുട്ടിയായിരുന്നു അവള്. വിവാഹം ഉറപ്പിച്ചത് കൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ അറിഞ്ഞിരുന്നു. താനുമായി വിവാഹം ഉറപ്പിച്ച പയ്യൻ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്നറിഞ്ഞ ആ കുട്ടിയുടെ അവസ്ഥ നീ എന്താ ആലോചിക്കാത്തത്? എല്ലാവർക്കും അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാകും. പക്ഷെ തെറ്റ് ചെയ്തു കഴിഞ്ഞ് അത് ഏറ്റുപറഞ്ഞ് അനുഭവിച്ചവർക്ക് അത് പെട്ടെന്ന് മറക്കാൻ പറ്റണമെന്നില്ല. ആ കുട്ടി പിന്നീട് വന്ന ആലോചനകൾക്കൊന്നും കുറെ കാലം സമ്മതിച്ചില്ല. അതിന്റെ പേരിൽ അവന്റെ കുടുംബം കുറെ വിഷമിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഞാൻ അവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതിന് എനിക്കൊരു കാരണവും ഉണ്ട്. നിങ്ങൾക്കൊക്കെ തോന്നും ഞാനും എന്റെ ചിന്താഗതിയൊക്കെ തെറ്റാണ്. പക്ഷെ എനിക്കിതൊക്കെ എന്റെ ശരികളാണ്. അവന്റെ ഭാര്യ ഒരു അന്യമതസ്ഥയാണ് എന്നുള്ളതാണ് ആ കാരണം. മുത്തശ്ശൻ മതവും ജാതിയും നോക്കി ആൾക്കാരെ കാണുന്ന ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ശിവ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റേതായ കാരണമുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ഒരു വിശ്വാസമാണ്. നമ്മുടെ ഇവിടെ നാഗത്തറയും കാവും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയില്ലേ? പക്ഷെ നമുക്കൊന്നും ഇന്ന് വരെ അവിടെ വിളക്ക് വയ്ക്കാൻ പറ്റിയിട്ടില്ല. എന്റെ മുത്തച്ഛന്റെ കാലത്തിനു മുമ്പേ നടന്ന എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ഈ വിലക്ക് വന്നത്. എനിക്ക് പോലും അറിയില്ല യഥാർത്ഥ സംഭവങ്ങൾ പൂർണ്ണമായി. തറവാട്ട് ഇപ്പോഴും മത്സ്യവും മാംസവും ഒന്നും കയറ്റാറില്ല. നിങ്ങളൊക്കെ പുറത്തു നിന്നൊക്കെ ഈ വക ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാകും എന്നെനിക്കറിയാം.
പക്ഷെ അങ്ങനെയുള്ള ഒരാളെ, നമ്മുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കാത്ത ഒരാളെ ഇവിടെയുള്ള ഒരാളായി സ്വീകരിക്കണമെന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റിയില്ല. കുറച്ച് സമയമെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചേനെ. പക്ഷെ അവൻ എന്താ ചെയ്തത്? ഞാൻ ദേഷ്യത്തിന് പറഞ്ഞത് കേട്ട് എവിടേക്കോ പോയി. അവൻ ഇറങ്ങിപ്പോയ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. ഇത്രയും കാലം അവന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് അവന്റെ ഇഷ്ടത്തിന് തന്നെയാണ് അവൻ ജീവിച്ചത്. എന്നിട്ട് പോലും സ്വന്തം അച്ഛനെ മനസ്സിലാക്കാൻ അവന് പറ്റിയില്ല. ഇപ്പോഴും അവൻ എന്തെങ്കിലും മടങ്ങി വരും, മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടെങ്കിലും കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. സാരമില്ല മുത്തശ്ശ, നന്ദമാമൻ വരാതിരിക്കില്ല. ഇല്ല ശിവ, എനിക്ക് നന്നായിട്ടറിയാം അവന്റെ വാശി. ഞാൻ ഇറക്കി വിട്ടത് കൊണ്ട് ഞാൻ തന്നെ തിരിച്ചു വിളിക്കാതെ അവൻ ഇവിടേക്ക് വരില്ല. എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ ഭാര്യയും തിരിച്ചു വിളിച്ചേനെ. മുത്തശ്ശ എല്ലാവരോടും ഈ കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ആർക്കും ദേഷ്യം തോന്നില്ലായിരുന്നു. അതിന് നിങ്ങളൊക്കെ എന്നോട് ഇന്ന് വരെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? മകൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ദുഷ്ടനായ അച്ഛനാണല്ലോ ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല വിഷമമായി. പാവം മുത്തശ്ശ അല്ലേ ഏട്ടാ? നമ്മളൊക്കെ വെറുതെ തെറ്റിദ്ധരിച്ചു. ഏട്ടൻ വിചാരിച്ച മാമ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. ഇത്രയും നാൾ മുത്തച്ഛന് ദേഷ്യാണെന്ന് കരുതി നമ്മളൊന്നും അന്വേഷിച്ചില്ലല്ലോ. എന്നാൽ എവിടെയായിരിക്കും? മക്കളൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? മോളുണ്ടെങ്കിൽ ഏട്ടന്റെ മുറപ്പെണ്ണാവില്ലേ? നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട അപ്പോ. എവിടെയാണെന്ന് പോലും അറിയില്ല, അപ്പോഴാണ് അവളുടെ മുറപ്പെണ്ണ്. പപ്പേട്ടാ, എന്നോട് ക്ഷമിക്ക്. ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചിട്ട് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. നന്ദന്റെ കാര്യം പറഞ്ഞ് ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചില്ലേ? എന്നിട്ട് പോലും എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് അന്നും അവനോട് എല്ലാം പറയാത്തതുകൊണ്ടുള്ള ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണി. പോട്ടെ, സാരമില്ല. കഴിഞ്ഞതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്തിനാ? മുറിയിൽ വന്ന് കിടന്നപ്പോഴാണ് മുത്തശ്ശൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചത്. അതുപോലെ തന്നെ ആവില്ലേ ആ പെൺകുട്ടിയുടെ അവസ്ഥ? എന്റെ ന്യായീകരണങ്ങൾ കൊണ്ട് അനുഭവിച്ചത് മറക്കാൻ അവൾക്ക് കഴിയുമോ? ഹലോ, ഗുഡ് മോർണിംഗ് അജു. നീ ഓഫീസിൽ പോകുമ്പോൾ വീട്ടിലേക്ക് വേണം. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അജുവിന് മെസ്സേജ് അയച്ച് കുറച്ചു നേരം കൂടി കിടന്നു. ആന്റി, ശിവ റെഡിയായില്ലേ? എന്നോട് ഇതുവഴി വരാൻ പറഞ്ഞിരുന്നു. ഇല്ലെന്നാ തോന്നുന്നത്. താഴേക്ക് വന്നില്ല ഇതുവരെ. എങ്കിൽ ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഹലോ, എന്താണ് വേദാളം ഈ വഴിക്ക്? നീ ഇപ്പോഴാണോ അമ്മ എഴുന്നേക്കുന്നത്? എന്തേ, നേരത്തെ ആയോ? നീ എന്താ എന്നെ വിളിച്ചത്? പിന്നല്ലാതെ ഫുൾ ടൈം കാണുമല്ലോ വിക്രമാദിത്യന്റെ തോളിൽ വേതാളം പോലെ. നിനക്കതിന് അസൂയല്ലേ മോളെ എന്നോട്? എന്തിന്? നിന്റെ ഏട്ടൻ എന്നെയല്ലേ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത്? പിന്നെ അസൂയ. ഏട്ടന്റെ ദേഷ്യവും കലിപ്പൊക്കെ സഹിക്കാൻ അജേട്ടന് മാത്രമേ പറ്റൂ. അവനിഷ്ടമുള്ളവരോട് മാത്രമേ അവൻ ദേഷ്യപ്പെടാറുള്ളൂ എന്ന അനിയത്തിയായിട്ട് മോൾക്ക് അറിയില്ലേ? അതൊക്കെ അറിയാം. എന്നാൽ ചില സമയത്തൊക്കെ എടുത്ത് തോട്ടിക്കളയാനാണ് തോന്നുന്നത്. ഡാ ശിവ, എന്നോട് വരാൻ പറഞ്ഞിട്ട് നീ ഇതുവരെ റെഡിയായില്ലേ? ഞാൻ കുറച്ചു സമയം കിടന്നുപോയി. കൈവേദന കാരണം നൈറ്റ് അധികം ഉറങ്ങാൻ പറ്റില്ല. ഇപ്പൊ കുറവുണ്ട്. പെട്ടെന്ന് കുളിച്ചിറങ്ങി ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴാണ് അജു എന്നെ തന്നെ നോക്കുന്നത് കണ്ടത്. എന്താ നീ സൂക്ഷിച്ചു നോക്കുന്നത്? നീ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിന്നേ. എന്തിനാ എന്നും പറഞ്ഞ് തിരിയുമ്പോഴാണ് കണ്ണാടിയിൽ കൂടി കഴുത്തി കിടക്കുന്ന മാല കണ്ടത്. ഇതാ പെണ്ണിന്റെ അല്ലേ? നീ എന്തിനാ ഇത് കഴുത്തിയിട്ട് നടക്കുന്നത്? വെറുതെ. പിന്നെ വെറുതെ ആണല്ലോ ഏതോ ഒരു പെണ്ണിന്റെ മാലയും കഴുത്തിയിട്ടുകൊണ്ട് നടക്കുന്നത്. എനിക്ക് അവൾ അങ്ങനെ ഏതോ ഒരു പെണ്ണല്ലെങ്കിലോ? നീ എന്താ പറഞ്ഞു വരുന്നത്? നിനക്കറിയാലോ, അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ അവളോട് ചെയ്തത് തെറ്റ് തന്നെയാണ്. ഞാൻ ജീവിതത്തിൽ ഒരു പെണ്ണിനോട് മാത്രമേ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. സോ അവളെ തന്നെ ജീവിതം മൊത്തം കൂടെ കൂട്ടാൻ ഞാൻ തീരുമാനിച്ചു. നിനക്ക് എന്താ ശിവ, ഭ്രാന്താണോ? ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളെ ഇഷ്ടപ്പെടാനും കല്യാണം കഴിക്കാനും ഒക്കെ ഇത് സിനിമയൊന്നും അല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടി എവിടെയാണെന്നോ ഇനി കാണാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. അപ്പോഴാണ് അവന്റെ. നീ വെറുതെ എന്തൊക്കെയോ മനസ്സിൽ കൊണ്ട് നടക്കാതെ പിന്നീട് വിഷമിക്കേണ്ടി വരും. അവളെ ദൈവം എനിക്കായി മാത്രമാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കണ്ടുമുട്ടാൻ യാതൊരു ചാൻസും ഇല്ലാത്ത രണ്ടുപേരാണ് ഞങ്ങൾ. എന്നിട്ടും കണ്ടുമുട്ടിയില്ലേ? ഇനിയും അതേ ദൈവം അവളെ എന്റെ കൺമുന്നിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൊണ്ടെത്തിക്കും എന്നെനിക്ക് ഉറപ്പാണ്. അതിനുള്ള കാത്തിരിപ്പാണിനി. ഹലോ അഖിൽ, എന്താണ് നാട്ടിലെത്തിയിട്ട് എന്നെ വിളിയൊന്നും കണ്ടില്ലല്ലോ? എന്തൊക്കെയോ തിരക്കുകളാണ്. എനിക്ക് നിന്നെ കൊണ്ട് ഒരു കാര്യമുണ്ട്. എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക? നീ വൈകുന്നേരം ഇതുവഴി വന്നാ മതി. ഞാനുണ്ടാകും ഓഫീസിൽ. അജു, നമുക്ക് ഈവനിങ് അഖിലിനെ ഒന്ന് കാണാൻ പോണം. കാര്യമൊക്കെ ഞാൻ രണ്ടാളോടും ഒരുമിച്ച് പറയാം. വൈകുന്നേരം ഓഫീസിൽ നിന്ന് നേരെ അജുവിനെയും കൂട്ടി അഖിലിന്റെ അടുത്തേക്ക് പോയി. എന്താടാ കാണണമെന്ന് പറഞ്ഞത്? നീ എനിക്കൊരാളെ കണ്ടുപിടിച്ചു തരണം. നിനക്ക് ഇപ്പോഴും ഇതേ എന്നോട് പറയാനുള്ളൂ. ഇപ്രാവശ്യം നീ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. എന്റെ നന്ദമാമനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏകദേശം 25 വർഷത്തോളമായി ഒരു വിവരവും ഇല്ല. എന്താ സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിന് എല്ലാം പറഞ്ഞു അവനോട്. ഇത് കുറച്ച് സമയം എടുക്കും. ഇത്രയും വർഷമായില്ലേ. മാമന്റെ കൂടെ MBBS പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. വാസുദേവ് എന്നാണ് പേര്. അയാൾക്ക് എന്തായാലും അറിയാതിരിക്കില്ല. പക്ഷെ അവർ കുടുംബത്തോടെ അവരുടെ നാട്ടിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കാം.
ദേ നച്ചു, നീ ഒന്ന് വരുന്നുണ്ടോ? നിനക്ക് ഈ കടലിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മനസ്സൊക്കെ വല്ലാതെ റിലാക്സ് ആയ പോലെ തോന്നും. അതാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറെ സമയമായി. അമ്മ ഇപ്പൊ വിളി തുടങ്ങും. നമുക്ക് പോകുമ്പോ ജ്വല്ലറിയിലൊന്ന് കയറിയിട്ട് പോകാം. നിനക്കെന്താ വാങ്ങാനുള്ളത്? എനിക്കൊരു ചെയിൻ വാങ്ങണം. ഞാൻ കുറെയായി നിന്നോട് ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. പപ്പ നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്ന മാല എവിടെ? നീ അത് സ്ഥിരമായി യൂസ് ചെയ്യുന്നതല്ലേ? ഞാൻ നിന്നോട് പറയാഞ്ഞിട്ടാണ്. അന്ന് നമ്മൾ ഇന്ത്യയിൽ പോയപ്പോ അതെവിടെയോ മിസ്സായി. എന്നിട്ട് നീ ഹോട്ടലിലൊന്നും നോക്കിയില്ലേ? എനിക്ക് തോന്നുന്നത് അത് അന്നത്തെ ഇൻസിഡന്റിലായിരിക്കും പോയതെന്നാ. സോ ഞാനത് വിട്ടു. നീ അയാളെ ഓർക്കാറുണ്ടോ? പിന്നെ എനിക്ക് അതല്ലേ പണി. എന്റെ ലൈഫ് അയാൾ ഇനി ഒരിക്കലും കാണരുതെന്നാണ് എന്റെ ആഗ്രഹം. ആ സമയത്ത് ഞാൻ ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നല്ലോ. സോ ശ്രദ്ധിച്ചില്ല. കുറെ ഡേയ്സ് കഴിഞ്ഞാണ് മിസ്സായത് അറിഞ്ഞതുപോലും. മമ്മ അറിഞ്ഞ അതിന്റെ പിറകെ ബാക്കി കൂടി പറയേണ്ടി വരും. എന്തൊക്കെ കളഞ്ഞാലും നിങ്ങളൊന്നും തന്ന ഗിഫ്റ്റ് ഞാൻ കൊണ്ട് കളയില്ലെന്ന് മമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഇനി സെയിം ചെയിനും ലോക്കറ്റും വാങ്ങാം. പിന്നെ മിസ്സായത് ആരും അറിയില്ലല്ലോ. നേരെ ജ്വല്ലറി പോയി അതും വാങ്ങി വീട്ടിലേക്ക് വന്നു. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? നിങ്ങൾ ഞങ്ങളെക്കാൾ മുമ്പ് അവിടെ നിറങ്ങിയതല്ലേ? ഇത്രയും ടൈം എവിടെ പോയി? നിങ്ങളെപ്പോലെ ഓൾഡ് ജനറേഷൻ ആണോ ഞങ്ങൾ? ഞങ്ങളൊന്ന് ബീച്ചിലൊക്കെ പോയി കറങ്ങിയിട്ടാ വന്നത്. നിനക്ക് ഞങ്ങളൊക്കെ ഇപ്പൊ വല്ലാത്ത പുച്ഛാണല്ലോ മോളെ. എന്റെ പപ്പ, ഞാനൊരു സത്യം പറഞ്ഞതല്ലേ. പോയി ഫ്രഷായി വാ, ഫുഡ് കഴിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ഹലോ ശിവ, നീ ബിസിയാണോ? അതൊന്നും കുഴപ്പമില്ലെങ്കിൽ നീ പറഞ്ഞു. നിന്റെ മാമന്റെ ഫ്രണ്ടിനെ കുറിച്ച് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവര് പോയത് കണ്ണൂരിലേക്കാണ്. അയാളുടെ പഠിപ്പ് തീരുന്നത് വരെ അവരിവിടെ ഉണ്ടായിരുന്നുള്ളൂ. അയാളിപ്പോ നാട്ടിലില്ല. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അയാൾ എവിടെയാണെന്ന് അറിഞ്ഞില്ലേ? അതിനവരെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ടി വരും. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? നിനക്ക് എന്റെ കൂടെ വരാൻ സമയമുണ്ടോ? എങ്കിൽ നാളെ മോർണിംഗ് പോയാലോ? എത്രയും പെട്ടെന്ന് മാമനെ കണ്ടുപിടിച്ച് മുത്തച്ഛന്റെ മുന്നിൽ കൊണ്ടുവരണം. പാവം, ശരിക്കും വിഷമമുണ്ട്. ഓക്കേടാ. പിറ്റേന്ന് രാവിലെ രണ്ടാളും കൂടി തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റിന് കണ്ണൂരിലേക്ക് വന്നു. ഇവിടെ എവിടെയാണെന്നൊക്കെ നിനക്ക് അറിയാമോ? എല്ലാം അറിയാം. നീ എന്റെ കൂടെ ഒന്ന് വാ ശിവ. എയർപോർട്ടിൽ നിന്ന് ടാക്സി പിടിച്ച് വാസുദേവ് അങ്കിളിന്റെ വീട്ടിലേക്ക് പോയി. രണ്ടുപേരും ചെന്ന് ബെല്ലടിച്ച് മുറ്റത്ത് തന്നെ നിന്നു. വാതി തുറന്ന വയസ്സായൊരു മുത്തശ്ശിയാണ് പുറത്തേക്ക് വന്നത്. ആരാ? എന്താ വേണ്ടത്? ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുക. ഇവിടുത്തെ വാസുദേവ് അങ്കിളിന്റെ കൂടെ പഠിച്ച നന്ദൻ എന്റെ മാമനാണ്. പെട്ടെന്ന് മുത്തശ്ശി ഒന്നും പറയാതെ അകത്തേക്ക് പോയി. അവരെന്താകിലെ ഒന്നും പറയാതെ പോയത്? നോക്കാം, വരുമായിരിക്കും. നീ ഇങ്ങനെ തിരക്ക് കൂട്ടാതെ. ഇവര് നമ്മളോട് അങ്കിളുടെ ഡീറ്റെയിൽസ് പറയുമോ? എന്തേ നിനക്ക് അങ്ങനെ തോന്നാൻ? ഇത്രയും നാൾ അന്വേഷിക്കാതെ ഇപ്പൊ എന്തിനു വന്നു എന്ന് സംശയം തോന്നില്ലേ? അവരെന്താ പറയുന്നതെന്ന് നോക്കാം. ഞങ്ങൾ രണ്ടാളും സംസാരിച്ചുകൊണ്ട് മുറ്റത്ത് തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു മുത്തശ്ശനെയും കൂട്ടി ആ മുത്തശ്ശി വന്നു. നിങ്ങൾ ദൂരെ നിന്നും വന്നതല്ലേ, എന്തായാലും കയറിയിരിക്കെ. താൻ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറ. ഞങ്ങൾ വന്നത് വാസുദേവ് അങ്കിൾ ഇപ്പൊ എവിടെയാണെന്ന് അറിയാനാണ്. എനിക്കൊരു കാര്യം അങ്കിളിനോട് ചോദിക്കാനുണ്ടായിരുന്നു. തന്റെ പേരെന്താ? ശിവദേവ് പത്മനാഭൻ. നന്ദിനിയുടെ മോനല്ലേ? അമ്മയെ അറിയോ? അമ്മയെ മാത്രമല്ല, എല്ലാരെയും അറിയാം. ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ നന്ദൻ ഒരുപാട് തവണ വാസുവിന്റെ കൂടെ വീട്ടിൽ വന്നിട്ടുണ്ട്. മോന്റെ വീട്ടിലുള്ളവരെ ഒന്ന് രണ്ട് വട്ടം ഇവരുടെ കോളേജ് വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അധികം പരിചയമൊന്നുമില്ല. ഇപ്പൊ എന്താ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നന്ദനെ അന്വേഷിക്കാൻ? വീണ്ടും ഒരിക്കൽ കൂടി എല്ലാ കാര്യങ്ങളും അവരോടും പറഞ്ഞു. അവരൊക്കെ ഇപ്പൊ ഓസ്ട്രേലിയയിലാണ്. അവർക്ക് അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ തന്നെ വർക്ക് ചെയ്യുവാണ് എല്ലാവരും. എനിക്ക് കോണ്ടാക്ട് നമ്പർ വേണമായിരുന്നു. മുത്തശ്ശൻ നേരിട്ട് വിളിക്കാതെ മാമൻ വരില്ലെന്നാണ് പറയുന്നത്. നന്ദൻ നാട്ടിൽ വരാത്തതുകൊണ്ട് വാസു ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ആദ്യമൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ അവിടെ പോയി അവരെ കാണുമായിരുന്നു. ഇപ്പൊ പിന്നെ അത്രയ്ക്ക് ദൂരം ഒന്ന് യാത്ര ചെയ്യാൻ വയ്യ. അവരെ നിർബന്ധിച്ച് വിളിക്കാനും തോന്നാറില്ല. അവിടുന്ന് മാമന്റെ നമ്പർ വാങ്ങി അവരോട് യാത്ര പറഞ്ഞു. അവരുടെ മോനെയും കുടുംബത്തെയും നാട്ടിലേക്ക് മാമയുടെ കൂടെ എന്തായാലും വരാൻ പറയും എന്ന് വാക്കു കൊടുത്തിട്ടാ അവിടെ നിന്ന് ഇറങ്ങിയത്. അല്ല, നീ എന്തുറപ്പില്ല അവർക്ക് വാക്കൊക്കെ കൊടുത്തത്? നിന്റെ മാമൻ പോലും വരുമെന്ന് ഉറപ്പില്ല. അപ്പോഴാണ് ബാക്കിയുള്ളവർ. മുത്തശ്ശൻ വിളിച്ച മാമൻ വരാതിരിക്കില്ല. പിന്നെ അവർക്ക് വേണ്ടിയല്ലേ ആ അങ്കിൾ നാട്ടിൽ വരാത്തത്. സോ ഇവർ വരുമെന്ന് പറഞ്ഞ അവര് കൂടെ വരുമെന്ന് ഉറപ്പല്ലേ മോനെ അഖിലേ? ഇത്രയൊക്കെ അറിഞ്ഞില്ലേ, ബാക്കിയൊക്കെ ശരിയായിക്കോളും. രാത്രി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ, മുത്തശ്ശ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാവരും കേൾക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. നന്ദമാമ ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് എനിക്കറിയാം. എന്റെ ഫ്രണ്ട് അഖിലും ഞാനും മാമന്റെ ഫ്രണ്ട് വാസുദേവ് അങ്കിളിന്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ നിന്നാണ് വിവരങ്ങൾ കിട്ടിയത്. ഞാൻ വിളിച്ചാൽ അവന് വരാതിരിക്കാൻ പറ്റില്ല. മോനെ. എന്താ മുത്തശ്ശി? അവന് മക്കളൊക്കെ ഉണ്ടോ? ഒന്നും അറിയില്ല. അവർ ഓസ്ട്രേലിയയിലാണ്. അവിടെ അവർക്ക് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി മുത്തച്ഛൻ ഫോൺ ചെയ്യുന്നതിനടുത്ത് തന്നെ ഇരുന്നു. ഹലോ നന്ദ. അച്ഛാ. മോനെ, നിനക്ക് സുഖാണോ? ഇപ്പോഴെങ്കിലും അച്ഛൻ എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ എല്ലാവർക്കും? മോനെ, നിന്നോട് അന്നും ഇന്നും ആർക്കും ദേഷ്യമില്ലായിരുന്നു. കാര്യങ്ങൾ മറച്ചു വെച്ചതിലുള്ള ഒരു പരിഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ ഭാര്യ എവിടെ?
ഇവിടെയുണ്ട് അച്ഛ. മക്കളൊക്കെ? ഒരു മോളേ ഉള്ളൂ, നക്ഷത്ര. ഇപ്പൊ MBA കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുവാണ്. നീ എല്ലാവരെയും കൂട്ടി നാട്ടിലേക്ക് വരില്ലേ? അച്ഛന്റെ ഈ ഒരു വിളിക്ക് ഞാൻ എത്ര നാളുകളായി കാത്തിരിക്കുന്നു എന്നറിയോ? വിളിക്കാതെ വന്ന ഇനി എന്നെ തറവാട്ടിൽ കയറ്റാതിരുന്നാലോ എന്ന പേടി കൊണ്ടാ ഞാൻ ഇത്രയും നാൾ നാട്ടിൽ വരാതെ നിന്നത്. അമ്മയൊക്കെ എവിടെ? എല്ലാവരും എന്റെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ എല്ലാവരും മാമനോടും മാമിയോടും സംസാരിച്ചു. മാമിയോട് മുത്തശ്ശൻ തന്നെ നേരിട്ട് തറവാട്ടി വരാൻ പറഞ്ഞു. നച്ചുവും അജുവും ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ കാണുന്ന ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന പേരൻസിനെയാണ്. എന്താണ്, എല്ലാവരും നല്ല ഹാപ്പി ആണല്ലോ. ഞങ്ങളെ രണ്ടിനെ പണി ഏൽപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലേ. ഇനി സെക്കൻഡ് ഹണിമൂണിന്റെ പ്ലാൻ വല്ലതും ആയോ പപ്പ? നച്ചു, നാട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചു. എന്നോടും നിന്റെ മമ്മയോടും ഒരുപാട് സംസാരിച്ചു. എല്ലാവരെയും കൂട്ടി അവിടേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയും ചേച്ചിയൊക്കെ കുറെ ഞങ്ങളോട് സംസാരിച്ചു. നിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നിനക്കെന്താ ഇത് കേട്ടിട്ടൊരു സന്തോഷമില്ലാത്തത്? പപ്പയുടെ അച്ഛൻ വിളിച്ചതിന് ഞാൻ എന്തിനു സന്തോഷിക്കണം? മോളെ, അത് നിന്റെ മുത്തശ്ശനല്ലേ. ഇത്രയും നാൾ എന്നിട്ട് കണ്ടില്ലല്ലോ ഈ കുടുംബക്കാരെ ഒന്നും. മമ്മയെ കല്യാണം കഴിച്ചതിന്റെ പേര് നിങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ. പിന്നെന്താ ഇപ്പൊ ഒരു മാറ്റം? പപ്പയുടെ വൈഫ് ഇപ്പോഴും മമ്മ തന്നെയാണെന്ന് അവരോട് പറഞ്ഞില്ലേ? അവരുടെ കാര്യം ഓർത്ത് പപ്പ വിഷമിക്കുമ്പോ എല്ലാം താൻ കാരണമാണല്ലോ എല്ലാവരെയും നഷ്ടപ്പെട്ടതെന്ന് കരുതി കരയുന്ന മമ്മയൊക്കെ മറക്കാം പപ്പയ്ക്ക് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? എനിക്കങ്ങനെ എല്ലാവരും ചെയ്യുന്ന തെറ്റുകളൊക്കെ പുറത്ത് അവരെ എന്നോടും നിങ്ങളോടൊക്കെ ചെയ്തതൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. നിനക്കെന്താന്ന് വെച്ചു അവരോടൊക്കെ ഇത്ര ദേഷ്യം? എനിക്ക് ആരോടും ദേഷ്യവുമില്ല, ഇഷ്ടവുമില്ല, അത്ര തന്നെ. ഇത്രയും കാലം ഇല്ലാത്ത സ്നേഹം അവർക്ക് ഇപ്പൊ പെട്ടെന്ന് വന്നെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും. അവര് നമ്മളെ കുറെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നമ്മളെവിടെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ. അതാ ഇപ്പൊ തന്നെ വാസുവിന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചിട്ടാ അറിഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ നാട്ടിലേക്ക് വരികയില്ല. പോകുന്നവർക്ക് പോകാം, ഞാൻ ഇവിടെ നിന്നോളാം. എന്താടാ വാസു അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ചെറുപ്പം മുതൽ നീ അവരെയൊക്കെ ഓർത്ത് വിഷമിക്കുന്നത് അവൾ കാണുന്നതല്ലേ. ഇനി ഒന്നും പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. അജു, നീ പോയി മോളെ ഒന്ന് സമാധാനിപ്പിക്കേ. ഓക്കെ അച്ഛാ. പപ്പ വിഷമിക്കാതെ, നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം.